അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എപ്പോഴും ദൈവരക്ഷയും കാരുണ്യവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നതാണല്ലോ അറബി ഭാഷ സംസാര പഠനം. നമ്മുടെ ഈ അറബി ഭാഷ സംസാര പഠനം അറബി, മലയാളം, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിലായി നമ്മൾ നമ്മുടെ നിത്യജീവിത വ്യവഹാരങ്ങളിൽ ഉറപ്പായും ഉപയോഗിക്കേണ്ടി വരുന്ന കൊച്ചു കൊച്ചു വാക്കുകളും സെന്റൻസുകളുമാണ് ഈ ചാനലിൽ വളരെ ലളിതമായി പഠിപ്പിക്കുന്നത്. ഏതാനും കുറഞ്ഞ സമയം മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോകൾ ഓരോന്നും ഒന്ന് ശ്രദ്ധിക്കുന്ന അറബിക് ഇംഗ്ലീഷ് സംസാര ഭാഷാ പഠനം താല്പര്യമുള്ള ആർക്കും അറബിക് വാക്കുകളും ഇംഗ്ലീഷ് സെന്റൻസുകളും ഉച്ചാരണവും അർത്ഥവും പ്രയോഗങ്ങളും വളരെ ഈസിയായിട്ട് ഉറപ്പായും നമുക്കിതിലൂടെ പഠിക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഈ പുതിയ വീഡിയോയും എല്ലാ പ്രിയ കൂട്ടുകാരും അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ലോകത്ത് സംസ്കാര സമ്പന്നരായവരാരും അത്യാവശ്യമായി ഏതെങ്കിലും പുതിയൊരു സ്ഥലത്തേക്ക് വീട് താമസം മാറേണ്ടി വരികയോ റൂമെടുത്ത് അവിടെ താമസിക്കേണ്ടി വരികയോ ഏതെങ്കിലും അത്യാവശ്യമായ ഫംഗ്ഷനുകളിൽ കുറേ അധിക നേരം ചിലവഴിക്കേണ്ടി വരികയോ ആണെങ്കിൽ നമ്മൾ ആദ്യമായി അന്വേഷിക്കുന്നതും ഒരുക്കുന്നതും തിരക്കുന്നതും അവിടെ നല്ല ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നായിരിക്കും. എവിടെയാണ് ബാത്റൂം? എവിടെയാണ് ബാത്റൂം? നമുക്ക് ഈ ചോദ്യം ഇന്ന് അറബി ഭാഷയിലും ഇംഗ്ലീഷിലും വളരെ ലളിതമായിട്ട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് നോക്കാം. ഐനൽ ഹമ്മാം, ഐനൽ ഹമ്മാം, ഐനൽ ഹമ്മാം, വെയർ ഈസ് ദി ബാത്റൂം, വെയർ ഈസ് ദി ബാത്റൂം, എവിടെയാണ് ബാത്റൂം? ഐനൽ ഹമ്മാം, ഐനൽ ഹമ്മാം, വെയർ ഈസ് ദി ബാത്റൂം. ബാത്റൂമിനും ടോയ്ലറ്റിനും അറബി ഭാഷയിൽ പൊതുവെ അൽ ഹമ്മാം എന്നാണ് ഉപയോഗിക്കാറ്. അൽ ഹമ്മാം, ഐനൽ ഹമ്മാം, വെയർ ഈസ് ദി ബാത്റൂം, എവിടെയാണ് ബാത്റൂം. മിക്കവാറും നാടൻ സംസാര ശൈലിയായിട്ട് സൗദി അറേബ്യ പോലെയുള്ള അറബ് നാടുകളിൽ ഐന എന്ന പദത്തിന് പകരം ഫേൻ എന്നോ വേൻ എന്നോ അഥവാ ഫേൻ അൽ ഹമ്മാം, വേൻ അൽ ഹമ്മാം, വേർ ഈസ് ദി ബാത്റൂം, എവിടെയാണ് ബാത്റൂം എന്നും ഉപയോഗിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ഇവിടം പരിചയമുള്ള അറിവുള്ള ആളാണെങ്കിൽ ഇങ്ങനെ പറയാം: ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. ഇത് അറബിയിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, ദി ബാത്റൂം ഈസ് റെഡി ടു ദി ലെഫ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, ദി ബാത്റൂം ഈസ് റെഡി ടു ദി ലെഫ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, ദി ബാത്റൂം ഈസ് റെഡി ടു ദി ലെഫ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യസാരിൽ മബ്ന, ദി ബാത്റൂം ഈസ് റെഡി ടു ദി ലെഫ്റ്റ് ഓഫ് ദി ബിൽഡിംഗ്, ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ ഇടതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഈ ബാത്റൂം തയ്യാറാക്കിയിരിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ വലതുവശത്താണെങ്കിലോ എങ്ങനെ പറയണം? ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ വലതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. അറബിയിൽ എങ്ങനെ പറയും? അൽ ഹമ്മാമു ജാഹിസുൻ അലാ യമീനിൽ മബ്ന, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യമീനിൽ മബ്ന, അൽ ഹമ്മാമു ജാഹിസുൻ അലാ യമീനിൽ മബ്ന, ദി ബാത്റൂം ഈസ് റെഡി ടു ദി റൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ദി ബാത്റൂം ഈസ് റെഡി ടു ദി റൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ബാത്റൂം ഈ ബിൽഡിങ്ങിൻ്റെ വലതുവശത്ത് തയ്യാറാക്കിയിരിക്കുന്നു. അൽ ഹമ്മാമു ജാഹിസുൻ അലാ യമീനിൽ മബ്ന, അലാ യമീനിൽ മബ്ന. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യോത്തരങ്ങൾ നമ്മൾ ഐന എന്ന പദം ഉപയോഗിച്ച് പ്രയോഗിക്കേണ്ടി വരും. ഉദാഹരണം: നിന്റെ റൂം എവിടെയാണ്? നിന്റെ റൂം എവിടെയാണ്? ഐന ഗുർഫത്തുക, ഐന ഗുർഫത്തുക്, ഐന ഗുർഫത്തുക്, വെയർ ഈസ് യുവർ റൂം, വെയർ ഈസ് യുവർ റൂം, നിന്റെ റൂം എവിടെയാണ്? ഐന ഗുർഫത്തുക്, ഐന ഗുർഫത്തുക്, വെയർ ഈസ് യുവർ റൂം. അതല്ലെങ്കിൽ എവിടെയാണ് നീ താമസിക്കുന്നത് എന്ന് ചോദിക്കണം. എവിടെയാണ് നീ താമസിക്കുന്നത്? അതെങ്ങനെ? ഐന തസ്കുനു അൻത, ഐന തസ്കുനു അൻത,
ഐന തസ്കുനു അൻത്, വേർ ഡു യു ലീവ്, വേർ ഡു യു ലീവ്, എവിടെയാണ് നീ താമസിക്കുന്നത്. ഐന തസ്കുനു അൻത, ഐന തസ്കുനു അൻത, വേർ ഡു യു ലീവ്, എവിടെയാണ് നീ താമസിക്കുന്നത് എന്നുള്ള ഇതേ അർത്ഥത്തിലുള്ള ഈ വാക്ക് തന്നെ മറ്റൊരു സ്റ്റൈലിൽ നമുക്കിങ്ങനെ ചോദിക്കാവുന്നതാണ്. ഐന സാക്കിനുൻ അൻത, ഐന സാക്കിൻ അൻത, ഐന സാക്കിൻ അൻത്, വേർ ഡു യു ലീവ്, എവിടെയാണ് നീ താമസിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഫേനസാക്കിൻ അൻത, വേനസാക്കിൻ അൻത എന്നും ഉപയോഗിക്കാം നാടൻ ശൈലിയിൽ. എവിടെയാണ് നീ താമസിക്കുന്നത്, വേർ ഡു യു ലീവ് എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ മഅസ്സലാമ.